വിവാഹ വാർഷികത്തിൽ സോജൻ അഞ്ജനം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ബലിയായിട്ട് സമർപ്പിക്കുന്നു. പലതയായ റോസമ്മ മത്തായി, പലതയായ പുലോമലാസ് യുവരാജ ശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞി ജോസഫിനെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ആശുപത്രിയിലായിരിക്കുന്ന സെബാസ്റ്റ്യൻ, അതോടൊപ്പം ആശുപത്രിയിൽ കഴിയുന്ന എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി നമുക്ക് പ്രത്യേകമായ ഒരു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലിയർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ചിത്തം പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് പ്രവർത്തിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തിരുക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്ര രക്ഷാകര രഹസ്യങ്ങൾ വിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയോടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രഹസ്യങ്ങൾ പരികർമ്മത്തിന് വിലക്കിയതായി ഞങ്ങളെ കാര്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും അനുദിനം അങ്ങേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എല്ലാവർക്കും തന്നെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് നാലംഗ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സാരത്തിന്റെയും നാഥായും നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകൻ, സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, ഇങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെടുന്നവന് നികുതി, ചുങ്കം അവകാശപ്പെടുന്നവന് ചുങ്കം, ആദരം അവകാശപ്പെടുന്നവന് ആദരം, ബഹുമതി അവകാശപ്പെടുന്നവന് ബഹുമതി. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും ഈ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം അയൽക്കാരന് ഒരു തിന്മയും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെന്നാദിപോ. സുതനും പരിശുദ്ധാത്മാവിനും തുതി ഉയരട്ടെ. ആദിമുതൽക്കേയും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1
തിരുവചനങ്ങൾ 29 മുതൽ 34 വരെ. ഈശോ സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളെ കുറിച്ച് ഉടനെ അവൾ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവനെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരം മുഴുവൻ വാതിൽക്കൽ ഒത്തുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനുണ്ടായിരുന്ന 3 മനോഭാവങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. യേശു തന്റെ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ക്രിസ്തു, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ. ഒന്നാമതായിട്ട് യേശുവിന്റെ മനോഭാവം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവർക്ക് തന്നാണ് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ക്രിസ്തു. രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ക്രിസ്തുവാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക. മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് അവൻ തന്നിലേക്ക് തന്നെ ഒന്ന് വിത്ഡ്രോ ചെയ്യുകയാണ്. ഈ ഇന്ന് വായിച്ച സുവിശേഷത്തിന്റെ അടുത്ത ഭാഗം വായിച്ചാല് ജനക്കൂട്ടത്തെ വിട്ടിട്ട് അവൻ തനിയെ പോവുകയാണ്. അപ്പൊ ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകേണ്ട മനോഭാവങ്ങള്, ഓരോ ക്രിസ്ത്യാനിക്കും ഒരു മിഷണറിയാണെന്നുള്ള അവബോധം ഉണ്ടാവുകയും ഈ അവബോധത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ നാം ചെയ്യുമ്പോൾ നാം വളർത്തിയെടുക്കേണ്ട മനോഭാവം ഇതൊക്കെയാണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ, രോഗങ്ങൾ കാണുമ്പോൾ, അവിടെ വേദനകളും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോൾ എന്റെ മനോഭാവം എന്താണ്? എനിക്ക് അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു മനോഭാവം അതാണ്. പത്രോസിന്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടന്നപ്പോൾ അവൻ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആ രോഗം മാറ്റിക്കൊടുക്കുകയാണ്. എനിക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടും ഇന്ന് പലരും രോഗികളായിട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അവരോടുള്ള എന്റെ മനോഭാവം എന്താണ്? ഓരോ ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിനുണ്ടായ മനോഭാവത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുക. പിന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ക്രിസ്തു, എല്ലാ രോഗികളെയും അവരുടെ ആവശ്യം എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റുള്ളവരെ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കുമോ? എന്റെ മനോഭാവം എന്താണ്? അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്റെ ദൈവവുമായിട്ട് അടുത്തിരിക്കുവാനായിട്ട്. അതായത് ഒരു മിഷണറി ആകണമെങ്കിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെങ്കിൽ ആ ക്രിസ്തുവിനോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിന് സാധ്യമാകുന്നത് ആ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുമ്പോഴാണ്. യേശു ദൈവമായിരുന്നിട്ടും അതിരാവിലെ എഴുന്നേറ്റ് അവൻ വിജയമായ സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവരെ സ്വീകരിക്കുക, അവരായിരിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക, അവരെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് പിതാവുമായിട്ട് ഒന്നായിട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കും. ഈ സഹോദര പ്രാർത്ഥനാ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പലരും നമുക്ക് ജോലി ചെയ്യുന്നവരാണ്. പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, പലവിധ പ്രതിസന്ധികളോട് കടന്നു പോകുന്നുണ്ട്. ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴാണ്. ആ ക്രിസ്തു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട്. അപ്പൊ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന 3 ചിന്തകൾ ഇപ്രകാരമാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവനൊരു മിഷണറിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ മിഷണറിക്ക് ഉണ്ടാകേണ്ട മനോഭാവം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനോഭാവം, മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്ന ഒരു മനോഭാവം, ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന ഒരു മനോഭാവം. ഇതുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാണ്.
ഞാൻ യഥാർത്ഥ ഒരു മിഷണറിയാണെന്ന് പറയാൻ സാധിക്കും. അതിനായിട്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ത്രീകന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായ അങ്ങേ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ മനുഷ്യരും അങ്ങേ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമൃദ്ധിയുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടം കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ജീവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്തികാരുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. വലിയവരും അങ്ങനെ സത്യമായ ഉത്താനം വഴി അങ്ങ് മഹത്തോട് അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദ്യകാലത്തിലും ദൈവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും സത്യദൈവവും പിതാവിനോട്
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുത്തെ വീട്ടിലായിരിക്കുന്നു. പിതാവിന്റെ മുതൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈരികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രന്മാർ സഹോദരന്മാരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. ഈശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭദ്രതാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച എല്ലാവരെയും സ്മരിക്കുവേൻ. ഈശോയുടെ കൃപയാൽ ഇവർ നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. എന്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധരാകുവാൻ അങ്ങേശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് സകലത്തിനാവുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇവരും ഭാഗ്യവുമാരും ഞങ്ങളെ അങ്ങേക്കാൾ ജ്ഞാനലേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ദുഃഖാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാം എല്ലാവരുടെയും സ്തുതിയും എല്ലാ നാമങ്ങളും മറ്റൊരു എല്ലാ സൃഷ്ടികളും നമുക്ക് കഴിച്ചും അർപ്പിക്കും. എന്തുകൊണ്ട് നാളെ ലോകത്തെയും അതിന്റെ സ്ഥലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായകയെ കുറിച്ച് ആരാധിക്കുന്നു. ഭക്തിമയമാരും രൂപികളുമായ സ്ത്രീ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോമന്മാരും സാമന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈശ്വരനു സദതം ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാരിദേവം. ഇഹ പരമഖിലവും
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി നീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അത് പറിച്ചുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കടകക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ചുറ്റുകളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനായ മാർ പ്രിയ ബാപ്റ്റിസ്റ്റ് പാത്രിയാക്കീസിനും പുരോഹിതന്മാർ ശിക്ഷാന്മാർ സമർപ്പിതന്മായ പ്രേക്ഷിതരുടെ കർത്താക്കളുടെ എന്നിവർക്ക് വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും വാഹനരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ തിരുനാമത്തിൽ വേർപിരിച്ചു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അഭിഷിക്തന്റെ ശരീരത്തെ അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അഗ്നിയവും ഭയഭക്തിജനകവും വിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയുടെ ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർന്നവരെ പ്രത്യാശിക്കും. അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യമായ കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യും. സജീവവും വിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും വിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശമിശിഹായ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ അണയണമേ എൻ്റെ ഉള്ളിൽ. അതുമാത്രം ഞാൻ കൊതിപ്പൂ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്ഷമിക്കണമേ. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും 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 ക്ഷമിക്കണമേ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, കാര്യപൂർവ്വം അങ്ങേയടുത്ത് നൽകുമെന്ന വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവദനവും നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധാചരണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയുടെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന അഭിശ്വസിയാൾക്ക് പ്രാവനം അവരുടെ കാരണത്താൽ നമ്മളെല്ലാവരും പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ.
കാരുണ്യമേ സ്നേഹവാത്സല്യമേ വന്നിടൂ എന്തിനും ദിവ്യകൂദാശേ ദിവ്യകാരുണ്യമേ സ്നേഹവാത്സല്യമേ വന്നിടൂ എന്നിലും ദിവ്യകൂദാശേ കരുണയുള്ളവനേ